ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പൊടി കുഴച്ചെടുക്കാം. ഇതെടുത്തേക്കുന്നത് അരിപ്പൊടിയാണ്. നല്ല സോഫ്റ്റായ അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പൊടി തന്നെയാണ് കോഴിക്കോട്ട ഉണ്ടാക്കാൻ എടുക്കുന്നത്. അത് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തതാണ്. വെള്ളത്തിലേക്ക് പൊടിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ അകത്തെ ഫില്ലിങ്ങിനായി കുറച്ച് ശർക്കരയും തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഏലക്കയും ജീരകവും കൂടെ ഇടിച്ചതും എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് മാറ്റി വെക്കാം. ഇനി ആദ്യം തയ്യാറാക്കിയ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുഴിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് മാവാണ് എടുത്തത്. ആ അളവിന് എനിക്ക് 8 കോഴിക്കോട്ട, നല്ല വലുപ്പമുള്ള 8 കോഴിക്കോട്ടയാണ് കിട്ടിയത്. കുറച്ചും കൂടെ ചെറുതാക്കുകയാണെങ്കിൽ 10 വരെ കിട്ടും. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു 20 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ താങ്ക് യു. അടുത്ത ദിവസം തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം.